ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ? സുഖം. സുഖം. ചൂട് കൂടുതലാണില്ലേ? ഇതൊക്കെ എന്ത് ചൂടുമ്മ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും തുറന്നാൽ ഫുള്ള് ചൂടിന്റെ വാർത്തകളെ കാണാനുള്ളൂ. ഒരു സൈഡില് പാമ്പ്, ഒരു സൈഡില് ചൂട്. കുറച്ചാൾ മുന്നേ ഗ്യാസ് സിലിണ്ടറും LPGന്റെയും പ്രശ്നമായിരുന്നു. ഇപ്പോൾ ഫുള്ള് AC-ൻ്റെത്, ചൂടിൻ്റെത്, സോളാറിൻ്റെത്, പിന്നെ പാമ്പ് കടീൻ്റെത്, പാമ്പിൻ്റെത്. AC കിട്ടാനില്ല ഗൈസ്. AC ഒക്കെ വെള്ളപ്പങ്ങാടിയിൽ വെള്ളപ്പം ചൂടോടെ വിറ്റ് പോകാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടി, AC-ക്ക് വില കൂടി. ചൂട് സമയം ഇപ്പോൾ സീസൺ ആയല്ലോ. AC ഒക്കെ ടോപ്പ് സെയിലാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം AC ഇല്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായി എല്ലാ സ്ഥലത്തും. കാരണം ഇപ്പോൾ എല്ലാവരും വിചാരിക്കും AC ഉണ്ടായിട്ടാണോ നമ്മളൊക്കെ എത്ര നാൾ ജീവിച്ചത്, AC ഉണ്ടായിട്ടാണോ നമ്മുടെ പഴമക്കാർ ജീവിച്ചത്, നമ്മുടെ പിന്നെ കാരണവന്മാരൊക്കെ ജീവിച്ചത് AC ഉണ്ടായിട്ടാണോ ചോദിക്കും. പക്ഷേ അന്നത്തെ ചൂടല്ല ഇപ്പോഴത്തെ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഗൾഫിൽ നിന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അതേ ചൂടായി ഇവിടെ എന്നാണ് പറയുന്നത്. കാരണം സംഭവം ശരി തന്നെയാണ്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി അടുത്ത് നാട്ടിൽ വന്ന പ്രവാസികൾക്കോ ഇവിടെ നിന്ന് തിരിച്ചു കയറിപ്പോയ പ്രവാസികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പാലക്കാടൊക്കെ ടോപ്പ് ചൂടാണ്. പാലക്കാട് 41 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും ടോപ്പ് ചൂട് രേഖപ്പെടുത്തിയത് നമ്മുടെ അടുത്ത് തന്നെ കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ടോപ്പ് ചൂടുള്ള സ്ഥലമാണ് ഗീസ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഒരു 10-30 കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ നാടും കടയ്ക്കൽ. ഇവിടെയും ചൂടിന് വലിയ ഗണ്യമായ കുറവ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ചൂട് തന്നെയാണുള്ളത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്ന് സൺഡേ തന്നെയാണ്. അത് എന്നും സൺഡേ തന്നെയാണ് ഇവിടെ അല്ലേ? എന്നും സൺഡേ തന്നെയാണ്, സൂര്യ ദിവസം തന്നെയാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ വാപ്പ അതവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാ അപ്പോൾ വിശേഷം? ചൂട് തന്നെ വിശേഷം അല്ലേ? ഓക്കെ, എല്ലാവരുടെയും വിശേഷം ചൂട് തന്നെയാണെന്നാണ് പറയണത്. കറണ്ട് പോകണം. പിന്നെ നമുക്ക് കാര്യമായിട്ട് ഇപ്പോൾ പിന്നെ കറണ്ട് പോകും. നമുക്ക് പിന്നെ ഇവിടെ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് നമുക്കത് ബാധിക്കില്ല. പക്ഷേ കറണ്ട് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കറണ്ട് കട്ട് എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളിവിടെ കറണ്ട് കട്ട് തുടങ്ങിയിട്ടുണ്ട്. കറണ്ട് കട്ട് തന്നെയല്ലേ ഇത്? ഡെയിലി പോകുന്നുണ്ട്. കറണ്ടിന്റെ ക്ഷാമം വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ കറണ്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പരിപാടികളും മുടങ്ങും. അപ്പോൾ ഞങ്ങളിവിടെ ഇൻവെർട്ടറിലുണ്ട്, പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ ഇതുവഴി കുറച്ച് മുന്നേ ഒരു അനൗൺസ്മെന്റ് പോയ കേട്ടോ നിങ്ങൾ. പഞ്ചായത്തിൻ്റെതാണത്. അതായത് ഈ ഒരു ചൂട് സമയമായതുകൊണ്ട് എപ്പോഴും എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ നേരിട്ട് കൊള്ളാൻ പാടില്ല. സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഇപ്പോൾ കണ്ണൂർ എവിടെ 2 ആൾക്കാർ സൂര്യാഘാതം വെച്ച് 2 പേര് മരിച്ചു. 11 പേർക്കൊക്കെ പൊള്ളലേറ്റിട്ടുണ്ട്, മരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കറൻ്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സിറ്റുവേഷൻസ്. ഓരോരോ കാര്യങ്ങൾ. ചൂട് കൂടത്തുള്ള ഒരിക്കലും കുറയത്തില്ല. ഓരോ വർഷം കഴിയും തോറും ചൂടിന് അതിൻ്റെതായ രീതി ഗണ്യമായ കൂടുതൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ, കുറയണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുക. ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. പുറത്തോട്ട് ജോലിക്ക് പോകുന്ന ആളെ സൂക്ഷിക്കുക. കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മുടെ വിശേഷമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരനെയും കുട്ടീനെയും കൊണ്ടുവരാൻ പോകണ്ട നമുക്ക്. പോണം. ഇപ്പം ചക്കരയൊക്കെ പോയിട്ട് ഇപ്പോൾ എത്രയായി? പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയാണല്ലേ? പിറ്റേന്ന് പോയതല്ലേ നമ്മള്? പിറ്റേന്ന് പോയതാണ് ഗൈസ്. അപ്പോൾ ഇനി എന്നാ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ എന്നോട് ചോദിക്കുന്നുണ്ട് എന്നാ ഇപ്പോൾ ചക്കരയെ കൊണ്ടുവരിക. ചക്കര എന്നോട് ചോദിക്കുന്നുണ്ട് എന്നാ കക്ക് വരികയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരാം നിമിഷം പറഞ്ഞിട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ കുട്ടീനെയൊക്കെ കാണണ്ടേ? നിങ്ങൾക്ക് കാണണം. വീഡിയോ കോൾ എന്നും വിളിക്കാറുണ്ടല്ലേ? വീഡിയോ കോൾ എന്നും വിളിക്കാറുണ്ട്, ആവൂല. അപ്പോൾ കുട്ടി ഇവിടെ നിന്ന് പോയാൽ ആള് ഉഷാറായി കേട്ടോ. ആള് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. നല്ലപോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ കൈകൊട്ടാൻ പറയുമ്പോൾ കൈയൊക്കെ കൊട്ടുന്നുണ്ടല്ലേ അമ്മ? വണ്ടി ഇന്നായപ്പോൾ 10 മാസമായി. ഇന്നായപ്പോൾ മോൾക്ക് 10 മാസമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി വിടാൻ പറയുമ്പോൾ എന്നിട്ട് വണ്ടി വിടുന്നുണ്ട്. പിന്നെ കൈകൊട്ടാൻ പറയുമ്പോൾ കൈ കൊട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ വന്നിട്ട് വേണം സൈക്കിളിൽ കയറ്റാൻ വേണ്ടിയിട്ട്. സൈക്കിള് കൊച്ചാപ്പാൻ്റെ സൈക്കിളിവിടെ ഇരിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കാൻ കേട്ടോ. സൈക്കിൾ നമ്മൾ അൺബോക്സ് ചെയ്തത് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു കയറി കണ്ടു നോക്കിയാൽ മതി. സൈക്കിൾ ഗിഫ്റ്റൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ചക്കരയ്ക്ക് ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ കുട്ടി വന്നിട്ട് അയാളെ ഇതിൽ കയറ്റിയിരുത്താം നമുക്ക്. എന്നിട്ട് ഇവിടെ കൂടെ ഓടിക്കാൻ പറ്റും. മുറ്റവും പിന്നെ ഹോളിലൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ബെൽറ്റിട്ട് അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ എന്നാ നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പോകണ്ട്? താമസിക്കണ്ട. പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വിചാരിച്ചു എന്താ വെച്ച് കഴിഞ്ഞാല്
ഇക്കുറി ഇപ്പം ഉമ്മായും വാപ്പായും അവിടെ വരാനുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അന്ന് തന്നെ കുറേ ആൾക്കാർ ചോദിച്ചു എന്താ വാപ്പായും ഉമ്മായൊന്നും വരാത്തതെന്ന്. അന്ന് പിന്നെ ഉമ്മാക്ക് വയ്യാതെ ഇടങ്ങേറൊക്കെ ആയിട്ടൊന്നും വരാൻ പറ്റിയില്ല അല്ലേ അമ്മ? അപ്പോൾ ഇക്കുറി എന്താ ചെയ്യുക വിചാരിച്ചു, ഇൻഷാല്ലാ പോകുമ്പോൾ കാറിൽ പോകാൻ വിചാരിച്ചു. കാരണം തിരിച്ചിങ്ങോട്ട് ചക്കരയും കുട്ടിയൊക്കെ ഉണ്ടല്ലോ, സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും കാറിൽ പോയിട്ട് നമുക്ക് ചക്കരനെയും കൂട്ടി എല്ലാ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ട്രെയിനിന് പോണതും ഒക്കെ കണക്ക് തന്നെയാണ്. പക്ഷേ ട്രെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പിന്നെ വർക്കല പോയിട്ടാണ് ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ. അതേസമയം ബസ്സിനാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എല്ലാവരുടെ പോകുമ്പോൾ കാറിൽ എല്ലാവരുടെ പോകുമ്പം രണ്ടുപേരൊക്കെ ഒരാൾ പോകണമെങ്കിൽ ട്രെയിൻ അവസ്ഥ തന്നെയല്ലേ, ട്രെയിനാണ് നല്ലത്. പക്ഷേ 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഓടിച്ച് പോകാം, കുഴപ്പമില്ല. കാറുള്ളതുകൊണ്ട് കാറിൽ നമുക്ക് പോകണമെന്ന് ഒന്നുകൂടി അതെ, സാധനങ്ങളൊക്കെ എല്ലാം നേരെ വണ്ടിയിൽ കൊണ്ട് നമുക്ക് വരികയും ചെയ്യാമല്ലോ. എന്തായാലും ഇൻഷാല്ലാ പോകണമെന്ന് വിചാരിക്കണം. ചക്കര വിളിച്ച് എന്ത് പറഞ്ഞു പറഞ്ഞ കാര്യം നിങ്ങളോട്? വരട്ടെന്ന് പറഞ്ഞു. എന്നെ വിളിക്കുമ്പോ ഒന്നും ചോദിക്കും ഇതേപോലെ എന്നാ കാക്കു വരണത് എന്ന് ചോദിക്കും. ഞാൻ പറയും വരാൻ ചക്കര വരാന്ന് ചോദിക്കും. ഞാൻ വന്നിപ്പോ ഒരാഴ്ച ആയല്ലേ? ഒരാഴ്ച അല്ലേ? 2 ആഴ്ച, മറ്റന്നാ 2 ആഴ്ച ആവും. 13 ദിവസങ്ങളൊക്കെ അതെ. ഞാൻ വന്നിട്ട് ഏകദേശം 2 ആഴ്ച ആയിരിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് ഒരു 5 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞത്. നമ്മളീ കുട്ടീനെ കാണാതിരിക്കുമ്പോഴും അപ്പോൾ പിന്നെ പോയിട്ട് 5 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇനി ഏതായാലും കൂട്ടിക്കൊണ്ട് വരാൻ തന്നെ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. വാപ്പതേ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇവർക്കൊക്കെ കുട്ടീനെ കാണാനിട്ട് ഇങ്ങനെ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. നമ്മളെ കാണാൻ എന്തായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുട്ടികളെ കളിയും ചിരിയും ഓട്ടവും ചാട്ടമൊക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വിട്ട് നിൽക്കുമ്പോൾ അത് ഭയങ്കര മിസ്സിങ് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഉപ്പാനും ഉമ്മാനെയൊക്കെ സംബന്ധിച്ചിട്ട് ഇവരുടെ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് അവർക്കുണ്ട്. അപ്പോൾ അത് കൊണ്ട് അവരും ഇങ്ങനെ കുട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഈ ആഴ്ചയൊക്കെ തന്നെ ആയിട്ട് പോയി കൊണ്ടുവരാം. പിന്നെ വേറെ എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ. കാരക്ക നിങ്ങൾ വീട് നടക്കണ എത്രമാത്രം കാരക്ക ഉണ്ട് വീട് നടക്കണുണ്ടോ നിങ്ങൾ? ഇതാണ് സാധനം. ഈ സാധനം നമ്മൾ എന്ന് വീഡിയോ ഇടുമ്പോഴും ഞാൻ ഇത് കാണിച്ചാൽ എല്ലാവരും എന്നോട് ചോദിക്കണം എന്താണെന്നറിയോ, ഇത് ഒലിവ് കായാണോ അമ്പഴങ്ങയാണോ എന്നൊക്കെ ചോദിക്കും. ഗൈസ് ഇത് അമ്പഴങ്ങയല്ല കേട്ടോ, ഇത് അമ്പഴങ്ങയല്ല. ഇതാണ് സാധനം, കണ്ടോ, ഇതാണ് സാധനം. ഇത് കാരക്ക തന്നെയാണ് പറയണത്. ഇത് വടക്കോട്ടൊന്നും അങ്ങനെ അധികമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ 1-2 പേർക്ക് ചോദിച്ചപ്പോൾ ഈ സാധനം വടക്കോട്ടൊന്നും അങ്ങനെ ഇല്ല എന്നാണ് പറയണത്. നമ്മളെ നാട്ടിൽ ഇത് കണ്ടമാനം ഉണ്ട് കേട്ടോ, നല്ലപോലെ ഉണ്ട്. ഈ സാധനം പഴുത്തിട്ട് ഇതിപ്പോൾ പഴുത്ത് വീണതാണ്. ഇഷ്ടംപോലെ നമ്മളെ മരത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് ഉപ്പിലിട്ട് കഴിക്കാം, അച്ചാറിട്ട് കഴിക്കാം, അങ്ങനെ ഒരുപാട് രീതിയിൽ കഴിക്കും. അല്ലാതെ വെറുതെ ഉപ്പും മുളകും കൂട്ടി അങ്ങനെ കഴിക്കാം, എങ്ങനെ വേണോ കഴിക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഇതാണ് സാധനം കാരക്ക. ഇതിൻ്റെ ഉള്ളിലത്തെ ആ വിത്ത് എന്തെന്നൊക്കെ ചോദിച്ചു. അമ്പഴങ്ങയാണെന്നൊക്കെ ഞാൻ അതപ്പോൾ പറഞ്ഞത്. അമ്പഴങ്ങ അല്ല കേസ്, ഈ സാധനം അമ്പഴങ്ങ അല്ല. അമ്പഴങ്ങ വേറെ സാധനമാണ്. ഇതിപ്പോൾ പഴുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാടുണ്ട് ഇവിടെ. കാരക്ക കൊണ്ട് പോയിക്കോളി. ഉണ്ടോ, ഇതാണ് കാരക്കൻ്റെ ചെറിയ മധുരവും പുളിപ്പും ഉള്ളിലെ കുരു. ഇതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടോ, ചെറിയ മധുരവും പുളിയുള്ള ഈ ഒരു സാധനമാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വന്നോളൂ. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എൻ്റെയൊക്കെ ചെറുതിലെ നമ്മളെ നാട്ടിൽ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ദൂരത്തൊക്കെ പോയിട്ടാണ് ഈ സാധനം പറിച്ചുകൊണ്ട് പോകണം. പക്ഷേ ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തായപ്പോൾ ഈ സാധനത്തിനൊരു മാറ്റമില്ല. കാരണം ഡെയിലി കണ്ടാൽ കണ്ടോ, ഇതാണ് അതിൻ്റെ വിത്ത്. ചെറിയൊരു മധുരവും പുളിയൊക്കെ ഉള്ളൊരു സാധനമാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. അച്ചാറിടാൻ ഉപ്പിലിടാനൊക്കെ പറ്റിയ സാധനമാണ്. അന്ന് ഞങ്ങൾ ഇവിടുത്തെ എല്ലാം കൂടി ഫസ്റ്റ് പറിച്ചതിൻ്റെ അന്ന് 6-7 കിലോ പറിച്ചില്ലേ അമ്മ? അന്ന് ചെക്കന്മാരൊക്കെ കൊണ്ടുപോയി, ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവന്മാർ പറിച്ചുകൊണ്ട് കൊണ്ടുപോയി. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സാധനം ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോകാം. 1 രൂപയും തരണ്ട. ഈ സാധനം പുറത്തൂടെയൊക്കെ ഇവിടെ വിൽക്കണത് ഇത്ര ഒരു സാധനം ഒരു കയ്യിൽ ഒരു പിടി ഇങ്ങനെ എടുത്ത് വയ്ക്കും. അതിന് 30-40 രൂപയ്ക്കൊക്കെയാണ് വിൽക്കണത്. അപ്പോൾ അങ്ങനെ വിൽക്കാവുന്ന 1000-കണക്കിന് രൂപേൻ്റെ സാധനം ഉണ്ടത്. 1000-കണക്കിന് രൂപേൻ്റെ സാധനം ഉണ്ട്. അപ്പോൾ പൈസയൊന്നും വേണ്ട. ആർക്കെങ്കിലും അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോയിക്കോളി.
പിന്നെ അത് കയറാനും പറിക്കാനൊന്നും ആരുമില്ല. അത് തന്നെ വന്ന് പറിച്ചുകൊണ്ട് പോയിക്കോളി. സാധനം ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. ഉള്ളതൊക്കെ കൊണ്ടുപോയിക്കോളി, നോ പ്രോബ്ലം. അപ്പോൾ എന്തായാലും കേസ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയേ പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയിട്ട് വരാം. പക്ഷേ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരാം. ബൈ ബൈ. എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.